ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചെറിയ പാക്കറ്റോട് കൂടിയിട്ടുള്ള റിം മുറുക്കാണ്. അതിനേക്കാളും ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ കറുമുറാന്നിരിക്കുന്ന റിം മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് നേരം മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുറന്നു നോക്കുമ്പോൾ റവയൊക്കെ നന്നായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ള്, 1/2 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ലേ, അതേമാതിരി തന്നെ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണേ. ചില പൊടികൾക്ക് ചിലപ്പോൾ വെള്ളം പോരാതെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ആണെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേമാതിരി നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതേമാതിരി നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രം മതി. പിട്ടുപൊടി എടുക്കരുത് കേട്ടോ, പത്തിരിപ്പൊടി തന്നെ എടുക്കണം. ഇതേമാതിരി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂടി വെക്കാം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാവേ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഒരു 2-3 ചെറിയ ചെറിയ ബോളുകൾ എടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേമാതിരി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം 2 കൈൻ്റെ ഉള്ളം കൈയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേമാതിരി നീളത്തിൽ കിട്ടും. ഇനി ഇത് കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം 2 കൈയും വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്യാവേ. അധികം കട്ടിയാകാതെ ഇരിക്കണം, അതേമാതിരി വല്ലാതെ നൈസ് ആകാനും പാടില്ല കേട്ടോ. എന്നിട്ട് ഇതേമാതിരി നമുക്ക് ഒരു കത്തി വെച്ച് ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് 2 തലയും ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതിയേ. ഞാനിവിടെ ചെറിയ ചെറിയ ഇതേമാതിരത്തുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ മുറുക്കാണ്, നമുക്ക് കാണാനും കഴിക്കാനും നല്ല നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവില്ലേ ചെറിയ മുറുക്ക് കാണാൻ. അപ്പോൾ എല്ലാ ഇതും ഇതേമാതിരി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഇത് തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ മുറുക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, അങ്ങനെ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണേ. അപ്പോൾ തന്നെ ഇളക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം വെച്ചിട്ട് വല്ലാതെ കടുപ്പിച്ചിട്ടുള്ളൊരു ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല കറുമുറായിട്ടുള്ള ഒരു മുറുക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ കറുമുറ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. ഇനി നമുക്കിത് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ വേവിച്ചെടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇത് കോരി മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ വെക്കാം, അല്ലെങ്കിൽ കണ്ണാപ്പയിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഓയിൽ കൂടി നമുക്ക് പോയി കിട്ടുന്നതാണ്. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.